ശബരിമലയിൽ തിരക്ക് കൂടുകയാണ്. ഇന്നലെ 90,163 ഭക്തരാണ് ദർശനം നടത്തിയത്. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റവർക്ക് ദേവസ്വം ബോർഡ് അടിയന്തര ധനസഹായം കൈമാറി. കൂടുതൽ വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്നും കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, അവധി ദിവസങ്ങളിൽ സാധാരണ തിരക്കുണ്ടാവാറില്ല. ഇപ്പോൾ അതായത് പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സിലാണ് തിരക്ക് കൂടുതൽ. എങ്ങനെയാണ് ഈ പ്രഭാതത്തിൽ ഇന്നിപ്പോഴും തിരക്കാണോ? രാജേഷ്, ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1,00,000-നടുത്ത് ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇതുവരെ ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം അത് 27 ലക്ഷത്തിലേക്ക് എത്തുന്നു. 27 ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളൊരു കണക്കാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ വരെ ദർശനം നടത്തിയിരിക്കുന്നത് അയ്യപ്പന്മാർ 27 ലക്ഷമാണ്. ഇന്നലെ മാത്രം 90,163 അയ്യപ്പന്മാരാണ് ദർശനം നടത്തിയത്. ഏതായാലും ഈ ദിവസങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 1,00,000-നടുത്തുള്ള അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതലും ഈ സാധാരണ പമ്പ വഴി വരുന്ന അയ്യപ്പന്മാരോടൊപ്പം തന്നെ കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിലും വലിയ വർധനവ് തന്നെയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെയുള്ള കണക്കിൽ മുൻവർഷത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു വർധനവ് തന്നെയാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നും പുലർച്ചെ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശബരിമലയിൽ ചെറിയ രീതിയിലുള്ള മഴ രാവിലെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും വലിയ രീതിയിൽ ഒന്നും തന്നെ ഭക്തർക്ക് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഈ തിരക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഭക്തർക്ക് പോകേണ്ടി വരുന്നില്ല എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യം കൂടി ഏതായാലും ഈ സമയത്ത് പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. ഇതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ശബരിമലയിലുണ്ടായ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റ അയ്യപ്പ ഭക്തർക്ക് അടിയന്തര ധനസഹായം കൂടി ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 2 പേർക്ക് 25,000 രൂപയും, ഒപ്പം തന്നെ തമിഴ്നാട് സ്വദേശി കോന്നി മെഡിക്കൽ കോളേജിലുണ്ട്. അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 10,000 രൂപയും, നിസ്സാരമായി പരിക്കേറ്റിട്ടുള്ള ബാക്കിയുള്ളവർക്ക് 5,000 രൂപ വീതമാണ് ഈ ധനസഹായം നൽകിയിരിക്കുന്നത്. മൊത്തം 8 പേർക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ മഴ പെയ്ത ഒരു സാഹചര്യത്തിലായിരുന്നു ട്രാക്ടർ നിയന്ത്രണം വിടുകയും പിന്നീട് അയ്യപ്പ ഭക്തന്മാരുടെ ദേഹത്തേക്ക് അവരുടെ കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നിലവിലിപ്പോൾ ഈ മഴയെ തുടർന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം, പ്രത്യേകിച്ച് ഈ ട്രാക്ടറുകൾ പോകുന്ന സമയത്തുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വേഗത സംബന്ധിച്ച് വലിയൊരു നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. അതേസമയം തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട് എന്ന കാര്യവും വലിയ ആശ്വാസം നൽകുകയാണ്. രാജേഷ്, ശബരിമലയിൽ നേരിയ മഴയുണ്ട് എങ്കിൽ പോലും അത്ര ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഭക്തരുടെ തിരക്കാണ് ഇപ്പോഴും ഈ വർക്കിംഗ് ഡേയിലും ഉള്ളത് എന്നാണ് കിരൺ സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.